ഹലോ, ഞാൻ ദേവി ദേവ്ദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് പറയാൻ വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും എല്ലാ സ്പിരിച്വൽ ജേണി പോലെയാണ് ട്വിൻ ഫ്ലെയിം ജേണി. എല്ലാ സ്പിരിച്വൽ ജേണിയും നമ്മുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേണിയിൽ നമ്മൾ പ്രണയം വഴി മോക്ഷത്തിലെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുമ്പോൾ സാധാരണ ഈ 3D വേൾഡിൽ കാണുന്ന ഒരു പ്രണയമല്ല. നമുക്കറിയാം, ദിവ്യമായ പ്രണയമാണത്. അത് നമ്മുടെ ആത്മാവിൻ്റെ പാതിയോടുള്ള പ്രണയമാണ്. ആത്മാവിനോടുള്ള പ്രണയമാണ്. അൺകണ്ടീഷണലാണ്, ഡിവൈനാണ്, സ്ട്രോങ് ആണ്, ഡീപ്പാണ്. അതിനെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അതുമാത്രമല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ആ ഒരു ഡിവൈൻ ബ്ലെസ്സിലെത്താൻ നമുക്ക് ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ പറ്റൂ. കാരണം ട്വിൻ ഫ്ലെയിംസിൻ്റെ അത്രയും അൺകണ്ടീഷണൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രണയം ഈ ഭൂമിയിൽ വേറെ എങ്ങും കാണാൻ കഴിയില്ല. അത് ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ കഴിയൂ. ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയൂ. ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ അത് തൻ്റെ ആത്മീയ പങ്കാളിക്ക്, ഡിവൈൻ സ്പൗസിന് കൊടുക്കാൻ പറ്റൂ. അത് തിരിച്ചു കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, തിരിച്ച് ഓൾറെഡി നമുക്ക് വേറെ ഡയമെൻഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഭൂമിയിൽ മാത്രമാണ് അത് കിട്ടാൻ താമസിച്ചാൽ എന്തായിരുന്നാലും നമ്മുടെ ആത്മീയ പങ്കാളി നമ്മളെ മനസ്സിലാക്കി വരും. ഒരാൾ മാത്രം മനസ്സിലാക്കി അങ്ങനൊരു ജേണി ഇല്ലല്ലോ. അവർ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കട്ടെ. പക്ഷെ അതുവരെ അവരെ പ്രണയിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഭാഗ്യം. കാരണം ആ പ്രണയമാണ് നമ്മൾ ഹൈ വൈബ്രേഷനിൽ എത്തിക്കുന്നത്. ഹയസ്റ്റ് വൈബ്രേഷൻ ഏത് ഇമോഷനാണെന്ന് ചോദിച്ചാൽ അത് ലവാണ്. അതിൻ്റെ കൂടെ നിൽക്കും ഗ്രാറ്റിറ്റ്യൂഡ്. പക്ഷേ ലവിൻ്റെ വൈബ്രേഷൻ, പ്രണയത്തിൻ്റെ വൈബ്രേഷൻ എന്തുമാത്രം ഹൈ ആണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എപ്പോഴും ഹൈ വൈബ്രേഷനിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നത് അവരുടെ ഈ പ്രണയം കൊണ്ടാണ്. കാരണം പ്രണയത്തിൻ്റെ ഇമോഷൻ, ആ പ്രണയം അവരുടെ ഉള്ളിൽ നിന്ന് ഈ ഭൂമി ആകെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, ഭൂമി മുഴുവനും പ്രണയം കൊണ്ട് നിറയ്ക്കാനാണ് ട്വിൻ ഫ്ലെയിംസ് വന്നേക്കുന്നത്. അപ്പോഴാണ് ഭൂമി അസെൻഡ് ചെയ്ത് ഹയർ ഡയമെൻഷൻസിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി ആ ഒരു മിഷനായിട്ടും കൂടെയാണ് ട്വിൻ ഫ്ലെയിംസ് വന്നേക്കുന്നത്. ഭൂമിയെ 3Dയിൽ നിന്ന് 5Dയിലേക്ക് ഉയർത്താനായിട്ട്. അതിന് ആദ്യം നമ്മുടെ കയ്യിലുണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണയമാണ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്താൽ മതി. ആ പ്രണയം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. നമ്മുടെ വൈബ്രേഷൻ റേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വൈബ്രേഷനും നമ്മുടെ ചുറ്റാകെയുള്ളവരുടെ വൈബ്രേഷനും ഭൂമിയുടെ വൈബ്രേഷനും നമുക്ക് റേസ് ചെയ്യാൻ കഴിയും. മദർ എർത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ്. നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനോടുള്ള, ആത്മാവിൻ്റെ പാതിയോടുള്ള ഡിവൈൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഡിവൈൻ വൈഫിനോടുള്ള ആ പ്രണയം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.